ഈ ബസ്സിന്റെ ആളാമത്തെ ഈ ബസ്സിന്റെ ഞാൻ എന്തായാലും ഒരു 2-3 വീഡിയോ നമ്മുടെ യോഗികളും ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്കെന്താണല്ല ഈ ബസ്സിനോട് എന്താ പറയാ, ബസ്സിന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് മൊത്തം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം അടുത്ത ബസ്സാണ് എന്താണെന്നൊന്നും സംഭവം അറിയില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്റെ ഈ ബസ് റിയൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഈ ബസ്സിന്റെ വീഡിയോസ് ഇടാൻ മൊത്തം കൂടുതൽ ആൾക്കാർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം അടിപൊളിയായിട്ടുണ്ട്. ഒരു പാട്ടിനാണെങ്കിൽ എഡിറ്റിങ് മൊത്തം സംഭവം സീനായിട്ടുണ്ട്. ഈ ബസ്സിന്റെ ഓണർ ആരാ എന്താണെന്ന് നമുക്ക് മൊത്തം സൂപ്പർ ആയിട്ടുണ്ട്. കണ്ട കൊതി തീരുന്നില്ല. പിന്നെ മറ്റേ ബസ്സിന്റെ മറ്റേ കാര്യമാണ് ഈ ടൂർ വിളിക്കുമ്പോ എല്ലാ ഡ്രൈവർമാരും ഒരേപോലെ ആയിരിക്കില്ല. നമ്മളൊരു സ്ഥലത്ത് ഒരു ബസ്സിന് ടൂർ വിളിച്ചാൽ ഏത് ബസ് എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയണമെന്ന് കമന്റ് പറയും. ഒരു ബസ് ഞങ്ങൾ ടൂർ വിളിച്ചാൽ മറ്റേ സംഭവം സീരിയസ്. ആള് വിളിച്ചിട്ടൊന്നും വരാൻ പറ്റില്ലെങ്കിൽ വരാൻ പറ്റില്ല എന്നാണ്. ഇതിപ്പോ നമ്മളെ സ്ഥലം പറഞ്ഞു നിങ്ങളുടെ അവിടേക്ക് വരാൻ പറ്റില്ല. എന്താ അവിടെ കാര്യം? നിങ്ങളുടെ ഇടയ്ക്ക് വരാൻ പറ്റും തന്നെയാണ് സിറ്റുവേഷൻ. എന്നോട് വരാൻ പറ്റില്ല നിങ്ങളുടെ ഇടയ്ക്ക് വരാൻ പറ്റില്ല. നമ്മളൊക്കെയാണ് ഉമ്മമാരുടെ ഫേമസ് ആക്കി വിട്ടത്. എന്നിട്ട് നമ്മളെ തന്നെ ഈ പണ്ണാമ്പേന്റെ പരിപാടി ഉണ്ടല്ലോ, ആളാമത്തതാണ്. നമ്മ ഒരിക്കലും ഒരുത്തം നല്ലത് ചെയ്യാൻ പറ്റില്ല. ആണ് നമ്മളെ ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം വിളിച്ച് കാര്യം പറഞ്ഞിട്ടോ ഇങ്ങനെയാണ് പരിപാടിയാണ് വരാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഉമ്മമാർ പരിപാടിന്റെ കാര്യമൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം? അത് ഫസ്റ്റ് അവർ മറ്റേ സ്ഥലം പറഞ്ഞ് വരാൻ പറ്റില്ലെന്നല്ലേ. ഉമ്മമാരിനൊക്കെ ഇത്രത്തോളം വൈറലാക്കി അവിടെ എത്തിച്ചത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മളുള്ളത് കൊണ്ടാണ് ഉമ്മമാർ ഈ ലെവലിൽ എത്തിച്ചത് ഈ ബസ്സുകാരന്മാര്. അപ്പൊ എല്ലാ ബസ്സുകാരും കുറ്റം പറഞ്ഞില്ല. കേരളത്തിലെ എല്ലാ ബസ്സുകാരും ചെലവന്മാരുണ്ട്. ചെലവനാണ് ചിലപ്പോൾ ആ ഒരു ബസ്സിന് ഓണറുള്ള എല്ലാ ഡ്രൈവർമാരും അങ്ങനെ ആയിരിക്കില്ല. ചില ഈ ഓണർമാർ വിളിക്കുന്നുണ്ടാവും. അവന്മാര് മറ്റേ സംഭവം ചെയ്യുന്നുണ്ടാവും.